രാഹുലിന് ചായ വിളമ്പാൻ തയ്യാറായ സ്പീക്കറെയാണ് പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്നലെ കാണാനായത്. പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം കനക്കുന്നതിനിടയിലാണ് പതിവ് ചായ സൽക്കാരവുമായി സ്പീക്കർ ഓം ബിർള രംഗത്തെത്തിയത്. എന്നാൽ ഇത് അടിയന്തരമായ നീക്കം നടത്തേണ്ട സമയമാണെന്ന് തിരിച്ചറിഞ്ഞ രാഹുൽ ഗാന്ധി ഒന്നും നോക്കാതെ സ്പീക്കറിന്റെ ചായ വേണ്ട എന്ന് വെക്കുകയാണ് ഉണ്ടായത്. ഇവിടെ രാഹുലിനോടൊപ്പം നിലനിൽക്കുന്ന എല്ലാ മുറുമുറുപ്പുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണിയും ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നപ്പോൾ BJP മാത്രമായി മാറുകയാണ് ഉണ്ടായത്. എന്നാൽ അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിലൂടെ ഇന്ത്യ മുന്നണിയെ വീണ്ടും കോൺഗ്രസിന്റെ ചരടിൽ കെട്ടാൻ കോൺഗ്രസിനും രാഹുലിനുമായി എന്ന് തന്നെ പറയാം. കാരണം ഇന്നലെ സമാപിച്ച ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ അദാനി വിഷയത്തിൽ മമതയും ഇടതുപക്ഷവുമടക്കം ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തുകയും കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതും ശ്രദ്ധേയമായ ഒന്നായിരുന്നു. ഇത് BJP ആവശ്യത്തിന് മുതലെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതേ BJPയിലെ മൂന്നാമനായ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നാക്കൊന്നു പിഴച്ചു. ഇതോടെ ഇന്ത്യ മുന്നണിയെ വീണ്ടും ഒന്നിപ്പിച്ച് ഒരേ ചരടിൽ കെട്ടാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് പാർലമെന്റിന് പുറത്തെ ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം. അവിടെ വനിതാ MPയെ ഇറക്കി രാഹുലിനെ പൂട്ടാനാണിപ്പോൾ BJP ശ്രമിക്കുന്നത്. എന്തായാലും രാഹുലിനെ ഇന്ത്യ മുന്നണിയുടെ അമരത്ത് നിന്ന് മാറ്റി ആ പദവി തനിക്ക് നൽകണമെന്ന മമതയുടെ പൂതിയൊക്കെ മാറ്റിവെച്ച് കോൺഗ്രസ് ഈ മുന്നണിയെ നയിക്കുമെന്ന കാര്യത്തിലേക്കാണിപ്പോൾ അമിത്ഷാ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ പാർലമെന്റ് സമ്മേളനം അവസാനിച്ചെങ്കിലും BR അംബേദ്കറിനെതിരായ അമിത്ഷായുടെ വിവാദ പരാമർശം ആളിക്കത്തിക്കാനും ഇന്ത്യ സഖ്യം പാർട്ടികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന മുഖ്യ വിഷയമാക്കാനും കോൺഗ്രസ് തന്ത്രമൊരുക്കുന്നു. അതിന്റെ ഭാഗമായി തുടർ പരിപാടികൾക്ക് അടുത്തയാഴ്ച കർണാടകയിലെ ബെളഗാവിയിൽ ചേരുന്ന പ്രവർത്തക സമിതി രൂപം നൽകും. ഇന്ത്യ സഖ്യം പാർട്ടികളുടെ സ്ഥിരം ഏകോപനം ഉറപ്പുവരുത്താൻ കോൺഗ്രസ് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ആലോചനയുണ്ടാകും. അതുമാത്രവുമല്ല, ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം നേതാക്കൾ ഒന്നിച്ചെത്തുന്ന വേദി ഉണ്ടായിട്ടില്ല. ഇന്ത്യ സഖ്യത്തിന്റെ യോഗവും നടന്നിട്ടില്ല. ഇത് രണ്ടും സാധ്യമാകുമോ എന്ന ആലോചന നേതൃത്വത്തിന്റെ മനസ്സിലുണ്ട്. പ്രഖ്യാപനത്തിനു മുമ്പ് പാർട്ടികളുടെ സമ്മതം തേടേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള ആലോചന പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനിക്കും. പാർലമെന്റിന്റെ ഇരുസഭകളും പിരിഞ്ഞ ശേഷം ഇന്നലെ AICC ജനറൽ സെക്രട്ടറിമാരായ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ എന്നിവർ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ചർച്ച നടത്തി. പ്രവർത്തക സമിതി യോഗത്തിന്റെ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട ആലോചനയാണ് നടന്നതെന്നാണ് വിവരം.